ആരെ കെട്ടിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ് ഇത്. പലരും ചോദിക്കുന്നു ടോക്സിക്കിനെ കുറിച്ച്. ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ഡയറക്ടർ അവരെന്താണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം 1,600 കോടി രൂപ മുടക്കി യാഷിനെ പോലെ ഒരു താരത്തിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ പലയിടത്തും സ്ത്രീവിരുദ്ധത വന്നിട്ടുണ്ട്. സ്ത്രീയെ വെറും ഒരു ഭോഗവസ്തുവായിട്ട് കാണിക്കപ്പെടുന്നുണ്ട്. എന്തൊരവസ്ഥയല്ലേ! ആ സിനിമ തകർന്നടിയുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെ പോയി. കാരണം ഗീതു മോഹൻദാസ് നല്ല കുറച്ച് സിനിമ, മൂത്തോൻ എന്നൊക്കെ പറഞ്ഞ സിനിമ എന്താ പറയുന്നത്, കുറച്ച് ക്രിട്ടിക്സ് ഒക്കെ കിട്ടി, നല്ലൊരു പടമാണ്. പക്ഷെ എന്താ പറയാ, കൊമേഴ്ഷ്യലി വിജയമായോ എന്നറിയത്തില്ല. പക്ഷെ അവർക്ക് ടാലന്റ് ഉണ്ട്, നല്ലൊരു സംവിധായികയാകാനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു 4 കൊല്ലം എടുത്ത് ഏകദേശം ഒരു സിനിമ ചെയ്തിട്ട് അതിന്റെ ഒരു റിവ്യൂ ഒന്ന് കാണാം ഒരാൾ പറയുന്നത്. ഈ ടോക്സിക്കാണെന്ന പാർവതി തിരുവത്തിന്റെ കണ്ണ് ഇളകി താഴെ വരും. ഗീതു മോഹൻദാസ് അങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചേക്കണേ. കാരണത്തുള്ള കളികളും വെടിവയ്പ്പും പഴയ സംവിധായകരൊക്കെ തിരിച്ചു വരുന്ന പോലെയാണ് ഗീതു മോഹൻദാസ് സിനിമ മേക്ക് ചെയ്ത് വെച്ചേക്കണം. ടോക്സിക് അല്ല, ഓണവെടി ആശംസകൾ എന്ന് മാത്രമാണ് എനിക്ക് ഈ സിനിമ പറയാം. ഈ സ്ത്രീ വിരുദ്ധയുടെ അഴിഞ്ഞാട്ടം, ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്താൻ പറ്റൂ അങ്ങനെയൊക്കെ സമൂഹത്തിൽ മോശപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ IFFK വേദിയിലിരുന്ന് ഒരു മമ്മൂക്ക ഒരു പെങ്കൊച്ചിന്റെ ഇടുപ്പിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് സ്ത്രീ വിരുദ്ധയാണെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുകയും മോശപ്പെട്ട ചിന്താഗതി ഉയർത്തുകയും ചെയ്ത ഗീതുവിനെ പോലൊരു സംവിധായക, മികച്ച സംവിധായക, കാരണം മൂത്തോൻ എന്ന മികച്ച ഒരു സിനിമ എടുത്ത സംവിധായക ഇമാതിരി ഒരു വാണപ്പടം എടുത്തതിൽ ലജ്ജയുണ്ട്. കാരണം സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന തരത്തിലാണ് ഇമാതിരി ഒരു വാണപ്പടം എടുത്ത് വെച്ചേക്കുന്നത്. കാരണം കാരണത്തിലൊന്ന് കളി, സിനിമ തുടങ്ങുന്ന അവസാനം വരെ കളി മാത്രമേ ഉള്ളൂ. കളി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീ പുരുഷൻ കളിയെന്നല്ല, ഇത് വേറെ രീതിക്കുള്ള ടോക്സിക് ചിന്താഗതി കളി. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് എമ്മാതിരി വൃണമാണ്. ഈ സ്ത്രീകൾക്ക് അടുപ്പിലും ആകാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഗീതു മോഹൻദാസിനെ പോലുള്ള പുരോഗമന. ഈ ഒരു ചിത്രത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ഗീതു മോഹൻദാസ് അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ആദ്യ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. 600 കോടി രൂപയുടെ ഒരു ചിത്രം എടുത്തിട്ട് അതിന്റെ മലയാളം ഡബ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ശോകമായിരുന്നു. നമ്മള് റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, വിഷ്ണു നീ ഇത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പോലീസുകാരൻ ഒരു മകനോട് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഏകദേശം മലയാളം ഡബ് വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ ടോക്സിക്കിൽ കണ്ടത്. KGF എന്ന് പറയുന്ന ചിത്രത്തിലൂടെ 1ഉം 2ഉം ഭാഗങ്ങളിൽ പ്രശാന്ത് നീൽ അവതരിപ്പിച്ച യാഷ് എന്ന് പറയുന്ന നടൻ ഘനഗംഭീരമായിട്ട് ആ സിനിമ ചെയ്യുകയും ആ സിനിമ ഒരു വമ്പൻ ഹിറ്റ് ആവുകയും ചെയ്തതാണ്. മലയാളി പ്രേക്ഷകരടക്കം ഇന്ത്യ ഒട്ടാകെ ആ സിനിമ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിലെ മാസ് ആക്ഷൻ ഫൈറ്റ് രംഗങ്ങളെല്ലാം, പിന്നെ ഡയലോഗ്സ്, പിന്നെ ആ ഒരു സിനിമ പിക്ക് ചെയ്തു വരുന്ന രീതി എല്ലാം കൊണ്ടും ഒരു വമ്പൻ സാധനമായിരുന്നു. നമുക്കറിയാം ബാഹുബലി 1 and 2 ശേഷം, അത് പ്രഭാസിന്റെ മൂവിയായിരുന്നു, അതിന് ശേഷം വന്ന ഇതുപോലെ കിക്ക് തന്ന ഒരു സിനിമ വേറെ ഇല്ല, KGF 1 and 2. പക്ഷേ പിന്നെ സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത അനൗൺസ്മെന്റ് ടോക്സിക് എന്ന് പറയുന്ന സിനിമ വന്നു. ഇത്ര വർഷങ്ങളെടുത്ത് ആ ഒരു സിനിമ ചെയ്യുന്നു, സിനിമയുടെ റിലീസുകൾ മാറ്റുന്നു, സിനിമയുടെ ഔട്ടിൽ യാഷ് സംതൃപ്തനല്ല. പിന്നീട് യാഷ് ഡയറക്ഷനിൽ കയറി ഇടപെട്ടിട്ടുണ്ട്. സിനിമ അങ്ങനെ എന്താ പറയുന്ന യാഷിൻ്റെതായ കോൺട്രിബ്യൂഷൻ വന്നു. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ എന്തിരുന്നെന്ന് പറഞ്ഞാലും യാഷ് ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകയാണ്. അവിടെ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകയ്ക്ക് എനിക്ക് തോന്നുന്ന ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, അത് യാഷിന്റെ ഭാഗത്തുനിന്നാകാം അല്ലാതെ ആരുടെയും ഭാഗത്തുനിന്നാകാം, അവരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് അല്ല സിനിമ പോയിരിക്കുന്നതെന്നും മനസ്സിലായി. കാരണം കംപ്ലീറ്റ്ലി കുഴഞ്ഞ് ഒരു അവിയൽ പരുവത്തിൽ, അവിയൽ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. പക്ഷെ ഇത് വെള്ളം ഇറങ്ങി അല്ലെ എന്താ പറയുന്നത്, മൊത്തം അവിയൽ പായസം പോലെയായ ഒരു അവസ്ഥയാണ്. അതാണ് പറയുന്നത്. എല്ലാവരും റിവ്യൂ ഇട്ടവരെല്ലാം ആരെ കെട്ടിക്കാൻ വേണ്ടി സിനിമ സംവിധാനം ചെയ്ത ഇത് ആരെ കെട്ടിക്കാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പലരും ചോദിക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമ കണ്ടപ്പം ഈ ആഷിന്റെ കുറച്ച് മാസ് ഐറ്റംസ് ഉണ്ട്. രാജീവ് രവിയെ സംബന്ധിച്ച്, ഗീതു മോഹൻദാസിന്റെ ഹസ്ബൻഡ് രാജീവ് രവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ആ സിനിമ മാക്സിമം നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കഥയിൽ ഈ പറയുന്ന വെടിവെപ്പും, 2 രീതിയിലുള്ള വെടിവെപ്പ്, തോക്കുകൊണ്ടുള്ള വെടിവെപ്പും അല്ലാത്ത ചില മനുഷ്യന്റെ തോക്കുകൊണ്ടുള്ള വെടിവെപ്പും
എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പ്ലക്ക് പടം എന്ന് തന്നെ പറയണം, അല്ലാതെ പറ്റില്ല. മലയാളിയെ വെറുതെ എന്താ പറയുന്നത്, ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പ്രായമായ അമ്മമാർ വരെ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അവർ സിനിമ കണ്ടതിന്റെ റിവ്യൂ വരെ വന്നിട്ടുണ്ട്. അവർ പോലും കണ്ടിട്ട് പറഞ്ഞു ഇത്ര പ്രഹസനം ഇതുപോലെ എന്താ പറയുന്നത് ഒരു രീതിയിലും കണ്ടിരിക്കാൻ കൊള്ളത്തില്ലാത്ത രീതിയിൽ ഒരു സിനിമ എടുത്ത് വെച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതേ ഗീതു മോഹൻദാസ് ആണ് IFFKയിലാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് കസബ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു സീന്, ഒരു നായികയുമായിട്ടുള്ള ഒരു പോലീസുകാരിയായിട്ടുള്ള ഒരു സീനില് ഇടുപ്പിന്റെ അവിടെ എന്താ പറയുന്ന പാന്റിന്റെ കൊളുത്ത് കൂട്ടി പിടിച്ചു എന്ന് പറയുന്നത് അത് ഭയങ്കര സ്ത്രീവിരുദ്ധതയാണെന്ന് പറഞ്ഞ് 32 പല്ലും നാക്കോ എല്ലാം വെളിയിലിട്ട് സംസാരിച്ച ഗീതു മോഹൻദാസ് ഇവിടെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? പക്കാ സ്ത്രീവിരുദ്ധതയല്ലേ? എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു സിനിമ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ അവർക്കത് മാറായിരുന്നു. ഇതിപ്പം അവരെ തന്നെ കണ്ണാടി നോക്കിയിട്ട് പച്ചക്ക് ചീത്ത വിളിച്ച ഒരു അവസ്ഥയാണ്, സ്വയം ഇല്ലാതായ ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇല്ലാതാന്ന് പറഞ്ഞില്ല, കോടികളുടെ പടമാണ്. അവരുടെ പോക്കറ്റിൽ ഇഷ്ടം പോലെ ബാങ്കിൽ ആവശ്യത്തിലധികം പണവും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും ചെയ്തേക്കുന്ന അവർക്ക് രണ്ടുപേർക്ക് ആവശ്യത്തിനുള്ള പണം വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി പോയ ഒരവസ്ഥയാണ്. അതായത് ഒന്നിനും കൊള്ളാത്ത കരിഞ്ഞുപോയ ബാർബിക്യൂവിന്റെ ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു സിനിമ വന്നത്. യാഷ് എന്ന് പറയുന്ന ആ ഒരു നടനെ ഇങ്ങനെ കൈ കിട്ടിയിട്ട്, അതായത് എടുത്താ പൊങ്ങാത്ത സംഭവമാണെങ്കിൽ കയ്യിൽ നിന്ന് പോവുക എന്ന് കണ്ടു കഴിഞ്ഞാൽ വിടുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹസ്ബൻഡ് രാജീവ് രവി ആണല്ലോ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ഇത്രയും ആളുകളുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കേണ്ട സ്ഥാനത്ത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല. കാരണം ഇവര് WCC എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ കൊണ്ടുവന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവർ ഇത്രയും സെറ്റ് ചെയ്തിട്ട് അങ്ങ് വേറെ കന്നഡത്തിൽ പോയിട്ട് അവിടെ ഒരു എന്താ പറയുക തുണ്ടുപടത്തിന് തുല്യമായിട്ടുള്ള ഒരു സിനിമ. കാരണം അതിൽ ആവശ്യത്തിലധികം ഈ പറയുന്ന പ്ലക്കിംഗ് സീനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെയാണോ ഒരു സിനിമയ്ക്ക് ആളെ കേട്ടണ്ടേ? പക്ക സ്ത്രീവിരുദ്ധതയല്ലേ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ സ്ത്രീയെ കണ്ടിരിക്കുന്നത്? നിങ്ങളൊരു സ്ത്രീയാണ് ഗീതു മോഹൻദാസ്. നിങ്ങൾ കാണിച്ചിരിക്കുന്നത് മറ്റ് സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. ഒരു സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു അഭിമാനം വേണം, ആർജവം വേണം, മറ്റ് സ്ത്രീകളോട് റെസ്പെക്ട് വേണം, എല്ലാം വേണം. ഇത് മറ്റുള്ള ആളുകളുടെ പ്രോഡക്റ്റ് ഒരു സിനിമയോ കാര്യങ്ങളോ കണ്ടിട്ട് അവിടെ സ്ത്രീവിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞ് അതിലൊന്നുമില്ല. കസബയിൽ ഒരു വളരെ ചെറിയ സീൻ, അത് ലൈറ്റായിട്ടൊരു തമാശ രീതിയിൽ കണ്ടുപോകാനുള്ള രീതി. ആ സിനിമയിൽ അഭിനയിച്ച നടിയാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറ്റം മമ്മൂക്കയുടെ തലയിലേക്ക്. അതെന്തുമാത്രം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഗീതു മോഹൻദാസിനെ തന്നെ ഇതിൽ ഉന്നം വെച്ച് ചോദ്യം വെക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണോ ഇതായിരുന്നോ നിങ്ങളുടെ എത്തിക്സ്? സ്ത്രീകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വയമേ ഒരു സ്ത്രീയാണെന്നുള്ളതിന് അവബോധം വേണം, അഭിമാനം വേണം, എല്ലാം വേണം. അതുപോലെ മറ്റുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പകരം വെറും ഭോഗവസ്തു ആക്കിയിട്ട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റഡ് നമ്മൾ പറയത്തില്ലേ, ഒരു സ്ത്രീയായി പറയുന്ന പോലെ കെട്ടിയിട്ടിട്ട് ഒരു പുരുഷനെ വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയായി പോയില്ലേ? വെരി പുവർ, കൂതറപ്പടവായി പോയി. ഒന്നും പറയാനില്ല. കാരണം അത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. വളരെ വളരെ മോശം ആയിപ്പോയി സിനിമ.